ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ടർ ഇൻ അറ്റ്മോസ്ഫിയർ എന്ന ടോപ്പിക്കിൻ്റെ 3ാം ഭാഗമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലൗഡ്സിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടൻസേഷൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് കണ്ടിരുന്നു. അതിൽ വരുന്ന ഒരു ഫോമായിരുന്നു ക്ലൗഡ്. അപ്പോൾ ആ ക്ലൗഡിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഫോംസ് നമുക്ക് പഠിക്കാനുണ്ട്. ആ ക്ലൗഡിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ഏതൊക്കെ എന്നും അതുപോലെ തന്നെ പ്രസിപ്പിറ്റേഷൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ഏതൊക്കെയെന്നും റെയിൻഫോളിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ഏതൊക്കെയെന്നുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ക്ലൗഡ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ് ക്ലൗഡ്സ്? അതായത് മാസ് ഓഫ് മൈന്യൂട്ട് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഓർ ഐസ് ക്രിസ്റ്റൽസ്, അതിനെയാണ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു മാസ്, ഒരു ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഐസ് ക്രിസ്റ്റൽസ്, അത് പക്ഷെ കാണുന്നത് താഴെയല്ല, അപ്പർ ലെവൽസ് ഓഫ് ദി അറ്റ്മോസ്ഫിയറിലാണ്. അതായത് ട്രോപ്പോസ്ഫിയറിൻ്റെ അപ്പർ ലെയേഴ്സിലാണ് കാണുന്നത്. ഇനി ക്ലൗഡ്സിനെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ബേസ്ഡ് ഓൺ ദിയർ ഹൈറ്റ്, എക്സ്പാൻസ്, ഡെൻസിറ്റി, ട്രാൻസ്പാരൻസി, ഒപ്പേക്നെസ്, ഇതിനെയൊക്കെ വെച്ചിട്ട്. അതായത് ഉയരം, അതിൻ്റെ ഡെൻസിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ ഒരു എക്സ്പാൻസ്, എത്രത്തോളം എക്സ്റ്റെൻഡിൽ കാണുന്നു, എത്രത്തോളം ട്രാൻസ്പാരൻസി ഉണ്ട്, ഇതിൻ്റെയൊക്കെ ബേസിസിൽ നമുക്ക് ക്ലൗഡ്സിനെ മെയിനായിട്ട് 4ആയിട്ട് തിരിക്കാം. അപ്പോൾ അതിൽ വരുന്നതാണ് സിറസ് ക്ലൗഡ്സ്, ക്യുമുലസ് ക്ലൗഡ്സ്, സ്ട്രാറ്റസ് ക്ലൗഡ്സ് ആൻഡ് നിംബസ് ക്ലൗഡ്സ്. സിറസ് ക്ലൗഡ്സ്, ക്യുമുലസ് ക്ലൗഡ്സ്, സ്ട്രാറ്റസ് ക്ലൗഡ്സ് ആൻഡ് നിംബസ് ക്ലൗഡ്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്ലൗഡ് നമുക്ക് നോക്കാം. സിറസ് ക്ലൗഡ്സ്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം സിറസ് ക്ലൗഡ്സ് അല്ലേ? സിറസ് എന്ന് പറയുമ്പോൾ ഇത് പഠിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇങ്ങനെ ഓർത്താൽ മതി. സൈറസ് അല്ലെങ്കിൽ സിറസ് അതൊരു ഏഞ്ചലിൻ്റെ പേരാണ്, ഒരു മാലാഖയുടെ പേരാണ്, ഏഞ്ചലിൻ്റെ പേരാണ്. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി. സിറസ് ക്ലൗഡ്സ് അല്ലെങ്കിൽ സൈറസ് ക്ലൗഡ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഉയരത്തിൽ കാണുന്ന ക്ലൗഡ്സ് ആണ്. 8,000 to 12,000 മീറ്റേഴ്സ് ഹൈറ്റിലാണ് കാണുന്നത്. അതായത് നമ്മളോട് ഏഞ്ചൽസ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയാം ഹെവനിലാണ്. ഹെവൻ എവിടെയാണ്? മുകളിലാണ്. അപ്പോൾ ഏറ്റവും ഉയരത്തിൽ കാണുന്ന ക്ലൗഡ്സ് ആണ് സിറസ് ക്ലൗഡ്സ്. 8,000 to 12,000 മീറ്റേഴ്സ് ഹൈറ്റിലാണ് കാണുന്നത്. ഇനി നിങ്ങളുടെ മനസ്സിലുള്ള ഒരു മാലാഖ എന്ന് പറയുമ്പോൾ അത്യാവശ്യം തിന്നായിട്ടുള്ള, അത്യാവശ്യം മെലിഞ്ഞ് വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് അതുപോലെ തന്നെ ചിറകൊക്കെ ഉള്ള മാലാഖകളായിരിക്കും. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. തിന്നാണ്, ഡിറ്റാച്ച്ഡ് ക്ലൗഡ്സ് ആണ്, ഫെദറി അപ്പിയറൻസ് ആണ് അല്ലേ? മാലാഖയ്ക്ക് എന്തുണ്ടാവും? ചിറകുണ്ടാവും. ചിറക് എന്തുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്? ഫെദർ കൊണ്ട്. ഫെദറി അപ്പിയറൻസ് ആണ്. ഓൾവേസ് വൈറ്റ് ഇൻ കളർ അല്ലേ? മാലാഖ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വൈറ്റ് ഡ്രസ്സാണ് ഓർമ്മ വരിക. അപ്പോൾ ഓൾവേസ് വൈറ്റ് ഇൻ കളർ. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ സിറസ് ക്ലൗഡ്സ് മറക്കില്ല എന്ന് വിചാരിക്കുന്നു. ഏറ്റവും ഹൈറ്റിൽ കാണുന്ന ക്ലൗഡ്സ് ആണ്. 8,000 to 12,000 മീറ്റേഴ്സ് ഹൈറ്റിലാണ് കാണുന്നത്. വൈറ്റ് ഇൻ കളറാണ്, തിന്നാണ്, ഡിറ്റാച്ച്ഡ് ക്ലൗഡ്സ് ആണ്, ഫെദറി അപ്പിയറൻസ് ആണ്. ഈ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. ഓക്കെ, ഇനി അടുത്ത ക്ലൗഡ്സ് ആണ് ക്യുമുലസ് ക്ലൗഡ്സ്. ക്യുമുലസ് ക്ലൗഡ്സ് എന്ന് പറഞ്ഞാൽ അതായത് ക്യുമുലസ്, ആ വേർഡ് ഒന്ന് എടുത്ത് നോക്കിയാൽ, ക്യുമുലസ് എന്ന് പറഞ്ഞാൽ കൂട്ടം. ഒരു കൂട്ടമായിട്ട് സാധാരണ ഇരിക്കുന്നത് എന്താ? പഞ്ഞി കണ്ടിട്ടുണ്ട്. കോട്ടൺ എടുത്തു കഴിഞ്ഞാൽ അത് ഒരു കൂട്ടമായിട്ടാണ് ഇരുന്നത്. കോട്ടൺ വൂളി അപ്പിയറൻസ് ആണ് ക്യുമുലസ് ക്ലൗഡ്സിൻ്റേത്. കോട്ടൺ വൂൾ അപ്പിയറൻസ് ആണ്. ദെൻ സിറസ് ക്ലൗഡ്സിൻ്റെ തൊട്ട് താഴെയാണ് കാണുന്നത്. അപ്പോൾ 4,000 to 7,000 മീറ്റേഴ്സ് ഹൈറ്റിലാണ് കാണുന്നത്. സിറസിൻ്റെ തൊട്ട് താഴെ കാണുന്നത് 4,000 to 7,000 മീറ്റേഴ്സ് ഹൈറ്റിലാണ് കാണുന്നത്. ഇനി നിങ്ങൾ കാർട്ടൂണൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ കാർട്ടൂണിലൊക്കെ മേഘങ്ങൾ വരയ്ക്കുന്ന കണ്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് കാർട്ടൂണിൽ മേഘങ്ങൾ വരയ്ക്കുക. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ക്ലൗഡ്സും. ഫ്ലാറ്റ് ബേസ് ആണ്, ഡിറ്റാച്ച്ഡ് ക്ലൗഡ്സ് ആണ്. അപ്പോൾ ക്യുമുലസ് ക്ലൗഡ്സ് എന്ന് പറയുമ്പോൾ കോട്ടൺ വൂൾ അപ്പിയറൻസ് ആണ്, 4,000 to 7,000 മീറ്റേഴ്സ് ഹൈറ്റ് ആണ്. നമ്മൾ പറഞ്ഞു ഫ്ലാറ്റ് ബേസ് ആണ്, സ്കാറ്റേർഡ് ആണ്. ഇത്തരം ക്ലൗഡ്സിനെയാണ് ക്യുമുലസ് ക്ലൗഡ്സ് എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത ക്ലൗഡാണ് സ്ട്രാറ്റസ് ക്ലൗഡ്സ്. സ്ട്രാറ്റസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ലെയേഴ്സ് എന്നാണ്. അപ്പം ലെയേർഡ് ക്ലൗഡ്സ് ആണ് സ്ട്രാറ്റസ് ക്ലൗഡ്സ്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം. ഇനി സ്ട്രാറ്റസ് ക്ലൗഡ്സിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഒരുപാട് ലാർജ് എക്സ്റ്റെൻഡിൽ കാണുന്ന ക്ലൗഡ്സ് ആണ് സ്ട്രാറ്റസ് ക്ലൗഡ്സ്. അതായത് ഒരുപാട് ലാർജ് എക്സ്റ്റെൻഡിൽ നമ്മൾ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ക്ലൗഡ്സ് ആണ് സ്ട്രാറ്റസ് ക്ലൗഡ്സ്. ഇനി എന്തുകൊണ്ടാണ് ഇത് ലെയറായിട്ട് കാണുന്നത്? കാരണം ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സിലുള്ള എയർ മാസസ് കണ്ടൻസ് ചെയ്താണ് ഇതുണ്ടാകുന്നത്. പല പല ടെമ്പറേച്ചറിലുള്ള എയർ മാസസ് കണ്ടൻസ് ചെയ്ത് ഉണ്ടാവുന്നത് കൊണ്ടാണ്
ഇവർ ഡിഫറെൻറ്റ് ലെയേഴ്സായിട്ട് ഇരിക്കുന്നത്. സ്ട്രാറ്റസ് ക്ലൗഡ്സ് എന്ന് പറഞ്ഞാൽ ലെയേർഡ് ക്ലൗഡ്സ് ആണ്, ഏറ്റവും കൂടുതൽ എക്സ്പാൻസിൽ കാണുന്ന ക്ലൗഡ്സ് ആണ്. നമ്മൾ പറഞ്ഞു എന്തുകൊണ്ട് ഡിഫറെൻറ്റ് ലെയേഴ്സായിട്ട് കാണുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് ഈ ക്ലൗഡ്സ് ഉണ്ടായിരിക്കുന്നത് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സിലുള്ള എയർ മാസസ് കണ്ടൻസ് ചെയ്തിട്ടാണ്. അടുത്തതാണ് നിംബസ് ക്ലൗഡ്സ്. നിംബസ് ക്ലൗഡ്സ് എന്ന് പറഞ്ഞാൽ മഴമേഘങ്ങൾ. മഴയ്ക്ക് മുമ്പ് നമ്മൾ കാണില്ലേ കാർമേഘം, അതിനെയാണ് നിംബസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ കാർമേഘം എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ കളറ് അല്ലേ, ബ്ലാക്ക് ടു ഡാർക്ക് ഗ്രേ കളറാണ്. ബ്ലാക്ക് തുടങ്ങി ഡാർക്ക് ഗ്രേ കളറാണ്. ദെൻ ഇറ്റ് ഫോംസ് അറ്റ് ദി മിഡിൽ ലെവൽ ഓർ വെരി നിയർ ടു ദി ഗ്രൗണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗ്രൗണ്ടിനെ ടച്ച് ചെയ്യുന്നതായിട്ട് തോന്നും. ഇപ്പോൾ നിങ്ങൾ മഴ വരുന്നതിന് തൊട്ട് മുമ്പ് ആകാശത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ താന്നു നിൽക്കുന്ന ക്ലൗഡ്സാണ് നിംബസ് ക്ലൗഡ്സ്. ഇനി ഇത് മഴമേഘങ്ങളാണ്, മഴ പെയ്യിക്കാൻ കഴിവുള്ള മേഘങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വാട്ടർ ഡ്രോപ്സിൻ്റെ അളവ് കൂടുതലായിരിക്കും. വാട്ടർ ഡ്രോപ്സ് കൂടുതലായതുകൊണ്ട് തന്നെ ഇതിന് ഡെൻസിറ്റി കൂടുതലാണ്, എക്സ്ട്രീംലി ഡെൻസ് ആണ്. അതുപോലെ തന്നെ ഒപ്പേക്ക് ടു സൺറൈസ് ആണ്, കാരണം ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഗ്രേ കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സൺറൈസിനെ കടത്തിവിടില്ല. ഇനി ഞാൻ പറഞ്ഞു ഗ്രൗണ്ട് ടച്ച് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും, ഒരുപാട് താഴെയാണ് ഇരിക്കുന്നത്. ഷേപ്പ്ലെസ് ക്ലൗഡ്സ് ആണ് നിംബസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിംബസ് എന്ന് പറയുമ്പോൾ മഴമേഘങ്ങൾ ഓർത്താൽ മതി. നിംബസ് ക്ലൗഡ്സ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ടു ഗ്രേ കളറാണ്. നമ്മൾ പറഞ്ഞു കാണുമ്പോൾ ഒന്നില്ലെങ്കിൽ മിഡിൽ ലെയേഴ്സ് ഓഫ് ദി അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ ഗ്രൗണ്ടിനോട് ചേർന്നായിരിക്കും ഈ ക്ലൗഡ്സ് ഫോം ചെയ്യുന്നത്. ഇനി ഈ ക്ലൗഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒപ്പേക്ക് ടു സൺറൈസ് ആണ്, സൺറൈസ് കടത്തിവിടില്ല. ഷേപ്പ്ലെസ് ക്ലൗഡ്സ് ആണ്, പ്രത്യേകിച്ച് ഷേപ്പൊന്നും ഇല്ലാത്ത ക്ലൗഡ്സ് ആണ് നിംബസ് ക്ലൗഡ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഇത് പക്ഷേ വൈറ്റ് കളറിൽ കാണുന്നത് ഇതല്ല. ഇനി കോമ്പിനേഷൻ ഓഫ് ക്ലൗഡ്സ് ഉണ്ട്. സാധാരണ നമ്മൾ ആകാശത്തിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ക്ലൗഡ്സിനെ ഒരു പ്രത്യേകതരം ക്ലൗഡ് മാത്രമായിട്ട് കാണാൻ പറ്റില്ല, മിക്കവാറും കോമ്പിനേഷൻസ് ആയിട്ട് കാണുക. ചില സമയത്ത് സിറസ് ക്ലൗഡും ക്യൂമുലസ് ക്ലൗഡും കൂടെ ഒരുമിച്ചായിരിക്കും കാണുന്നത്, ചിലപ്പോൾ ക്യൂമുലസും നിംബസും കൂടെ ഒരുമിച്ചായിരിക്കും കാണുന്നത്. അപ്പോൾ ക്ലൗഡ്സ് ഒരിക്കലും അതിൻ്റെ പ്യുവറസ്റ്റ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യില്ല. 90% കേസിലും ക്ലൗഡ്സ് മിക്സഡ് ഫോമിലായിരിക്കും കാണുന്നത്. അപ്പോൾ ആ മിക്സഡ് ഫോമിനനുസരിച്ച് ഹൈറ്റ് അനുസരിച്ച് ക്ലൗഡ്സിന് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഓരോ ഹൈറ്റിലും കാണുന്ന ക്ലൗഡ്സ് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഹൈറ്റിൽ കാണുന്ന ക്ലൗഡ്സ് ഹൈ ക്ലൗഡ്സ് ആണ് സിറസ് ചേർത്ത് വരുന്ന ക്ലൗഡ്സ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു സിറസ് ആണ് ഏറ്റവും ഹൈറ്റിലിരിക്കുന്ന ക്ലൗഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിറസ് ചേർത്ത് വരുന്ന ക്ലൗഡ്സ് എല്ലാം ഹൈ ക്ലൗഡ്സാണ്. സിറസ് ക്ലൗഡ്സ്, സിറോ സ്ട്രാറ്റസ്, സിറോ ക്യൂമുലസ് ക്ലൗഡ്സ്. ഇനി മിഡിൽ ലെയേഴ്സ് ഓഫ് ദി അറ്റ്മോസ്ഫിയറിൽ വരുന്ന ക്ലൗഡ്സ്, മിഡിൽ ലെയറിൽ വരുന്ന ക്ലൗഡ്സ് ആണ് ഓൾട്ടോ ചേർത്ത് വരുന്ന ക്ലൗഡ്സ്. അപ്പോൾ ഓൾട്ടോ സ്ട്രാറ്റസ്, ഓൾട്ടോ ക്യൂമുലസ്. ഇനി ബാക്കിയെല്ലാം ലോ ലെവൽ ക്ലൗഡ്സ് ആണ് എന്നൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ലോ ലെവലിൽ വരുന്നതാണ് സ്ട്രാറ്റോ ക്യൂമുലസ്, നിംബോ സ്ട്രാറ്റസ്. ഇനി എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള വെർട്ടിക്കൽ എക്സ്പാൻഷനുള്ള ക്ലൗഡ്സ്, ഈ ക്ലൗഡ് കാണുന്നുണ്ടോ, എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ക്ലൗഡ്, ഇതെന്ന് പറയുന്നത് ക്യുമുലോ നിംബസ് ക്ലൗഡ്സ് ആണ്. ഇത് ക്യുമുലോ നിംബസ് ക്ലൗഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് മറക്കരുത്. ക്യുമുലോ നിംബസ് ക്ലൗഡ്സിനാണ് വെർട്ടിക്കൽ എക്സ്പാൻഡ് കൂടുതൽ, ഹൊറിസോണ്ടൽ എക്സ്പാൻഡ് കൂടുതൽ സ്ട്രാറ്റസ് ക്ലൗഡ്സിനാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഹൊറിസോണ്ടൽ നോക്കിയാൽ സ്ട്രാറ്റസ് ക്ലൗഡ്സ്, പക്ഷേ വെർട്ടിക്കൽ എക്സ്പാൻഡ് കൂടുതൽ ക്യൂമുലസ് ക്ലൗഡ്സിനാണ്. അപ്പോൾ ക്ലൗഡ്സിൻ്റെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് 3 ലെവലിൽ നിൽക്കുന്ന ക്ലൗഡ്സ് പഠിക്കാനുണ്ട്. ഹൈ ക്ലൗഡ്സ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഹൈ ക്ലൗഡ്സ് എന്ന് പറയുമ്പോൾ സിറസ് ചേർത്ത് വരുന്ന ക്ലൗഡ്സ് ആണ് ഹൈ ക്ലൗഡ്സ്. സിറസ്, സിറോ സ്ട്രാറ്റസ്, സിറോ ക്യൂമുലസ്. മിഡിൽ ക്ലൗഡ്സ് ഓൾട്ടോ ചേർത്ത് വരുന്നത് ഓൾട്ടോ സ്ട്രാറ്റസ്, ഓൾട്ടോ ക്യൂമുലസ് ക്ലൗഡ്സ്. ദെൻ ലോ ക്ലൗഡ്സ്, അതിൽ വരുന്നതാണ് സ്ട്രാറ്റോ ക്യൂമുലസ്, നിംബോ സ്ട്രാറ്റസ്. ദെൻ വെർട്ടിക്കൽ എക്സ്പാൻസ് കൂടുതലുള്ള ക്ലൗഡ്സ് അത് ക്യുമുലോ നിംബസ് ക്ലൗഡ്സ് ആണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ക്ലൗഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതേ വീഡിയോയിൽ തന്നെ പ്രസിപ്പിറ്റേഷനൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ അതിന് തൊട്ട് മുൻപായിട്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സിറസ് ക്ലൗഡ്സ് ഞാൻ പറഞ്ഞു, സിറസ് എന്ന് പറയുമ്പോൾ ഒരു മാലാഖേനെ ഓർക്കുക. തിൻ ക്ലൗഡ്സ് ആണ്, ഡിറ്റാച്ച്ഡ് ക്ലൗഡ്സ് ആണ്, ഫെദറി അപ്പിയറൻസ് ആണ്,
8,000 to 12,000 മീറ്റേഴ്സ് ഹൈറ്റിൽ കാണുന്ന ക്ലൗഡ്സാണ്. ക്യുമുലസ് ക്ലൗഡ്സ് കോട്ടൺ ഓർക്കുക, കോട്ടൺ വൂളിൻ്റെ ആകൃതിയാണ്. അതുപോലെ തന്നെ ഫ്ലാറ്റ് ബേസ് ആണ്, സ്കാറ്റേർഡ് ആണ്. 4,000 to 7,000 മീറ്റേഴ്സ് ഹൈറ്റിലാണ് കാണുന്നത്. ദെൻ സ്ട്രാറ്റസ് ക്ലൗഡ്സ് നമ്മൾ പറഞ്ഞു ലെയേർഡ് ക്ലൗഡ്സ് ആണ്. എന്തുകൊണ്ട് ലെയേർഡ് ആവുന്നു? ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലെ എയർ മാസസ് മിക്സ് ചെയ്യുന്നതുകൊണ്ടാണ് ലെയേഴ്സായിട്ട് കാണുന്നത്. ദെൻ അടുത്ത ക്ലൗഡ്സാണ് നിംബസ് ക്ലൗഡ്സ്. കാർമേഘങ്ങൾ ഗ്രേ കളർ, ബ്ലാക്ക് ടു ഡാർക്ക് ഗ്രേ കളറിലാണ് കാണുന്നത്. ഒപ്പേക്ക് ടു സൺറൈസ് ആണ്. മിഡിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിലോട്ട് കയറുന്നതാണ് കാണുന്നത്. ഷേപ്പ്ലെസ് ക്ലൗഡ്സ് ആണ്. നല്ല ഡെൻസിറ്റി ഉള്ള ക്ലൗഡ്സ് ആണ്. വാട്ടർ മോളിക്യൂൾസിൻ്റെ അളവ് കൂടുതലാണ്. പിന്നെ നമ്മൾ പറഞ്ഞു അതായത് കോമ്പിനേഷൻ ഓഫ് ക്ലൗഡ്സ് ആയിട്ടാണ് സാധാരണ കാണുക. ഒരു ക്ലൗഡും അതിൻ്റെ പ്യുവറസ്റ്റ് ഫോമിൽ നമുക്ക് കാണാൻ കഴിയില്ല. മോസ്റ്റ് ഓഫ് ദ ക്ലൗഡ്സും കാണുന്നത് കോമ്പിനേഷൻസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഏറ്റവും ഹൈറ്റിൽ കാണുന്ന ഹൈ ക്ലൗഡ്സ് ആണ് സിറസ്, സിറോസ്ട്രാറ്റസ്, സ്യൂരോക്യൂമുലസ് ക്ലൗഡ്സ്. ഇനി മിഡിൽ ലെയറിൽ കാണുന്ന ക്ലൗഡ്സ് ആണ് ഓൾട്ടോസ്ട്രാറ്റസ്, ഓൾട്ടോക്യൂമുലസ്. ലോ ക്ലൗഡ്സ് ആണ് സ്ട്രാറ്റോക്യൂമുലസ് ആൻഡ് നിംബോസ്ട്രാറ്റസ്. ദെൻ നമ്മൾ പറഞ്ഞു വെർട്ടിക്കൽ എക്സ്പാൻഡ് കൂടുതലുള്ള ക്ലൗഡ്സ് ആണ് ക്യുമുലോ നിംബസ് ക്ലൗഡ്സ്. ഓക്കെ, ഇനി അടുത്തതാണ് ഹെയ്സ്. എന്താണ് ഹെയ്സ്? ഹെയ്സ് ഒരു കണ്ടൻസേഷൻ ഫോം അല്ല. അതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഹെയ്സ് എന്ന് പറയുന്നത് ഒരു കണ്ടൻസേഷൻ ഫോം അല്ല. ഹെയ്സ് എന്ന് പറയുന്നത് ഒരു പൊല്യൂഷനാണ്. അതായത് അറ്റ്മോസ്ഫിയറിൽ ഡസ്റ്റ്, സ്മോക്ക്, അതുപോലെ അതർ ഡ്രൈ പാർട്ടിക്കിൾസ് കൊണ്ടുണ്ടാകുന്ന പൊല്യൂഷനെയാണ് ഹെയ്സ് എന്ന് പറയുന്നത്. ഹെയ്സ് സാധാരണയായിട്ട് കാണുന്നത് ഇൻഡസ്ട്രീസ് ഉള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ട്രാഫിക് കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് നിങ്ങൾക്ക് ഹെയ്സ് കാണാനായിട്ട് സാധിക്കുക. ഹെയ്സ് എന്തല്ല, ഒരു കണ്ടൻസേഷൻ ഫോം അല്ല, മറിച്ച് അത് ഒരു പൊല്യൂഷൻ ഫോം ആണ് എന്നൊന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രസിപ്പിറ്റേഷനാണ്. എന്താണ് പ്രസിപ്പിറ്റേഷൻ? അതായത് പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അപ്പർ ലെയറിൽ നിന്ന് താഴോട്ടേക്ക് ലോവർ ലെയറിലോട്ട് വരുന്ന കണ്ടൻസേഷൻ ഫോംസ് ആണ് പ്രസിപ്പിറ്റേഷൻ. ഇപ്പോൾ പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അപ്പർ ലെയറിൽ നിന്ന് അറ്റ്മോസ്ഫിയറിൻ്റെ ലോവർ ലെവലിലോട്ട് വരുന്ന കണ്ടൻസേഷൻ ഫോംസ് ആണ് പ്രസിപ്പിറ്റേഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കാര്യം വ്യക്തമായിരിക്കും. പ്രസിപ്പിറ്റേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് നടന്നിരിക്കണം? കണ്ടൻസേഷൻ നടന്നിരിക്കണം. പ്രസിപ്പിറ്റേഷൻ നടക്കുന്നതിന് മുമ്പ് കണ്ടൻസേഷൻ നടന്നിരിക്കണം. അതായത് ക്ലൗഡ് ഫോർമേഷൻസ് നടന്ന ശേഷമായിരിക്കും പ്രസിപ്പിറ്റേഷൻ നടക്കുക. ക്ലൗഡ് ഒരു കണ്ടൻസേഷൻ ഫോമാണ്. ക്ലൗഡ് ഉണ്ടായതിനു ശേഷമാണ് പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവുക. പ്രസിപ്പിറ്റേഷൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ് റെയിൻ, സ്ലീറ്റ്, സ്നോ, ഹെയിൽ ആൻഡ് ഡ്രിസിൽ. റെയിൻ എന്ന് പറഞ്ഞാൽ മഴ. സ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഐസ് ക്രിസ്റ്റൽസ് വീഴുന്നത്, അതിനെയാണ് സ്ലീറ്റ് എന്ന് പറയുന്നത്. മൂന്നാറൊക്കെ ഉണ്ടാവാറുണ്ട്. സ്നോ എന്ന് പറഞ്ഞാൽ മഞ്ഞ്. ഹെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആലിപ്പഴം. നമ്മൾ ആലിപ്പഴം എന്ന് പറയുന്ന സാധനമാണ് ഹെയിൽ. ഡ്രിസിൽ എന്ന് പറഞ്ഞാൽ ചാറ്റൽ മഴ. അപ്പോൾ ഇത്രയുമാണ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ. അപ്പോൾ നിങ്ങളിവിടെ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. എന്താണെന്നറിയാമോ? സാധാരണ UPSC ചോദിക്കുന്നത് ഇങ്ങനെയാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദി ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കണ്ടൻസേഷൻ. നമുക്കറിയാം കണ്ടൻസേഷൻ്റെ ഡിഫറെൻറ്റ് ഫോംസ്. അത് ഏതൊക്കെയായിരുന്നു? കണ്ടൻസേഷൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഡ്യൂ, ഫ്രോസ്റ്റ്, ഫോഗ്, മിസ്റ്റ് ആൻഡ് ക്ലൗഡ്. ഇത് തമ്മിൽ മാറിപ്പോരുത്. കണ്ടൻസേഷൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് എന്ന് പറയുന്നത് ഡ്യൂ, ഫ്രോസ്റ്റ്, ഫോഗ്, മിസ്റ്റ് ആൻഡ് ക്ലൗഡ് ആണ്. പ്രസിപ്പിറ്റേഷൻ്റെ ഡിഫറെൻറ്റ് ഫോംസിലാണ് റെയിൻ, സ്ലീറ്റ്, സ്നോ, ഹെയിൽ, ഡ്രിസിൽ. ഇത്രയും വരിക. ഇത് തമ്മിൽ കൺഫ്യൂസ് ചെയ്യരുത്. ഉറപ്പായിട്ടും UPSC ഓപ്ഷൻ തരുമ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് തരാൻ ചാൻസ്. ഇനി പ്രസിപ്പിറ്റേഷൻ നടക്കണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ത് നടക്കണം? അതിന് മുന്നേ കണ്ടൻസേഷൻ നടക്കണം. കണ്ടൻസേഷൻ നടന്നതിന് ശേഷം മാത്രമേ എന്ത് നടക്കത്തുള്ളൂ? പ്രസിപ്പിറ്റേഷൻ എന്ന കാര്യം നടക്കത്തുള്ളൂ. ഇനി ഹെയ്സ് എന്താണ്? ഹെയ്സ് പ്രസിപ്പിറ്റേഷനും അല്ല, കണ്ടൻസേഷനും അല്ല. ഹെയ്സ് എന്ന് പറയുന്നത് പ്യുവർലി ഒരു പൊല്യൂഷൻ ഫോം മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ ക്ലാരിറ്റി വരുത്തുക. എക്സാം പേഴ്സ്പെക്റ്റീവിൽ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് റെയിൻഫോളിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. കൺവെക്ഷണൽ റെയിൻഫോൾ,
ഓറോഗ്രഫിക് റെയിൻഫോൾ ആൻഡ് സൈക്ലോണിക് റെയിൻഫോൾ. ഇതാണ് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെയിൻഫോൾ. നമ്മൾ ഓൾറെഡി ഈ 3 റെയിൻഫോൾസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൺവെക്ഷണൽ റെയിൻഫോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതായത് എർത്ത് ചൂടാവുമ്പോൾ എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഹോട്ട് എയർ മുകളിലോട്ട് മൂവ് ചെയ്യും അല്ലേ? ഈ ഹോട്ട് എയർ മുകളിലോട്ട് മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഹോട്ട് എയർ മുകളിലോട്ട് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ കണ്ടൻസേഷൻ നടക്കും, അത് മേഘങ്ങളായി മാറും, ഫൈനലി മഴ പെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൺവെക്ഷണൽ റെയിൻഫോൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹോട്ട് എയർ മുകളിലോട്ട് പോയി കണ്ടൻസേഷൻ നടന്ന് മഴ പെയ്യുന്ന പ്രോസസ്സാണ് കൺവെക്ഷണൽ റെയിൻഫോൾ. അടുത്തതാണ് ഓറോഗ്രഫിക് റെയിൻഫോൾ. ഓറോഗ്രഫിക് റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു മൗണ്ടൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ മൗണ്ടൻ്റെ ഒരു സൈഡിലോട്ട് വിൻഡ് വീശുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മൗണ്ടൻ അതിനെ മുകളിലോട്ട് എലവേറ്റ് ചെയ്യിക്കും. കാരണം മൗണ്ടൻ അതിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മൗണ്ടൻ അതിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്ത് മുകളിലോട്ട് അപ്ലിഫ്റ്റ് ചെയ്യും. അങ്ങനെ മുകളിലോട്ട് അപ്ലിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും തണുക്കാൻ തുടങ്ങും, തണുത്ത് കണ്ടൻസ് ചെയ്യും, മേഘങ്ങളുണ്ടാവും. അങ്ങനെ മൗണ്ടൻ്റെ ഈ സൈഡിൽ മഴ പെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓറോഗ്രഫിക് റെയിൻഫോൾ എന്ന് വിളിക്കുന്നത്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഓറോഗ്രഫിക് റെയിൻഫോൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഓറോഗ്രഫിക് റെയിൻഫോളിൽ ഈ മഴ പെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ വിൻഡ് അടിക്കുന്ന സ്ഥലത്തിനെയാണ് വിൻഡ് വേർഡ് സൈഡ് എന്ന് പറയുന്നത്. വിൻഡ് വേർഡ് സൈഡിലായിരിക്കും എപ്പോഴും മഴ പെയ്യുക. ഓപ്പോസിറ്റ് സൈഡിനെ നമ്മൾ വിളിക്കുന്നത് ലീവേർഡ് സൈഡ് അല്ലെങ്കിൽ റെയിൻ ഷാഡോ റീജിയൻ എന്നാണ് വിളിക്കുന്നത്. റെയിൻ ഷാഡോ റീജിയൻ. അപ്പോൾ ലീവേർഡ് സൈഡാണെങ്കിലും റെയിൻ ഷാഡോ റീജിയൻ എന്ന് പറയുന്ന സ്ഥലം അതാണെങ്കിലും അവിടെ മഴ പെയ്യില്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇന്ത്യയുടെ വെസ്റ്റേൺ ഘാട്ട് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ലീവേർഡ് സൈഡിലാണ് ആരിയ്ക്കുന്നത്? തമിഴ്നാട് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ മഴ പെയ്യാത്തത്. എന്നാൽ കേരളം ഇരിക്കുന്നത് അതിൻ്റെ വിൻഡ് വേർഡ് സൈഡിലാണ്. മൺസൂണൽ റെയിൻഫോളിൻ്റെ വിൻഡ് വേർഡ് സൈഡിലാണ് കേരളം ഇരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ മഴ പെയ്യും, തമിഴ്നാട്ടിൽ മഴ പെയ്യില്ല. കാരണം തമിഴ്നാട്ടിൽ മഴ പെയ്യാത്തതിന് കാരണം തമിഴ്നാട് ഇരിക്കുന്നത് വെസ്റ്റേൺ ഘാട്ടിൻ്റെ ലീവേർഡ് സൈഡിലാണ്, അല്ലെങ്കിൽ റെയിൻ ഷാഡോ റീജിയനിലാണ് എന്ന് പറയാം. അപ്പോൾ ഒരു മൗണ്ടൻ ഉള്ളത് കൊണ്ട് ഉണ്ടാവുന്ന റെയിൻഫോളാണ് ഓറോഗ്രഫിക് റെയിൻഫോൾ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ സൈക്ലോണിക് റെയിൻഫോൾസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിനി ഡിസ്കസ് ചെയ്യില്ല. എന്താണ് സൈക്ലോണിക് റെയിൻഫോൾ? 2 തരം സൈക്ലോണിക് റെയിൻഫോൾസ് ആണുള്ളത്. ഒന്ന് ടെമ്പറേറ്റ് സൈക്ലോൺ, 2 ട്രോപ്പിക്കൽ സൈക്ലോൺ. ടെമ്പറേറ്റ് സൈക്ലോണും ട്രോപ്പിക്കൽ സൈക്ലോണും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 3 ടൈപ്സ് ഓഫ് റെയിൻഫോൾ. കൺവെക്ഷണൽ റെയിൻഫോൾ നമ്മൾ പറഞ്ഞു, ഹോട്ട് എയർ മുകളിലോട്ട് പോയി കണ്ടൻസ് ചെയ്ത് മഴ പെയ്യുന്നതിനെയാണ് കൺവെക്ഷണൽ റെയിൻഫോൾ എന്ന് പറയുന്നത്. കൺവെക്ഷണൽ റെയിൻഫോൾ സാധാരണ കാണുന്നത് ഇക്വറ്റോറിയൽ റീജിയൻസിലാണ്. ഇക്വറ്റോറിയൽ റീജിയൻസിലാണ് കൺവെക്ഷണൽ റെയിൻഫോൾ സാധാരണഗതിയിൽ കാണുന്നത്. അടുത്തതാണ് ഓറോഗ്രഫിക് റെയിൻഫോൾ. ഓറോ എന്ന് പറഞ്ഞാൽ മൗണ്ടൻ എന്നാണ് അർത്ഥം. ഓറോഗ്രഫിക് റെയിൻഫോൾ മൗണ്ടൻസ് ഉള്ളത് കൊണ്ട് ഉണ്ടാകുന്ന റെയിൻഫോളിനെയാണ് ഓറോഗ്രഫിക് റെയിൻഫോൾ എന്ന് പറയുന്നത്. ഓക്കെ, മൺസൂണൽ റെയിൻഫോൾ അങ്ങനെ ഉണ്ടാകുന്ന റെയിൻഫോളാണ്. മഴ പെയ്യുന്ന സൈഡിനെ വിൻഡ് വേർഡ് സൈഡെന്നും മഴ പെയ്യാത്ത സൈഡിനെ നമ്മൾ ലീവേർഡ് സൈഡ് അഥവാ റെയിൻ ഷാഡോ റീജിയൻ എന്നും പറയുന്നു. ദെൻ സൈക്ലോണിക് റെയിൻഫോൾ നമ്മൾ പറഞ്ഞു സൈക്ലോൺസ് വഴി ഉണ്ടാകുന്ന മഴയാണ്. ട്രോപ്പിക്കൽ റെയിൻഫോളും ട്രോപ്പിക്കൽ സൈക്ലോണും റെയിൻഫോൾ അല്ല, ട്രോപ്പിക്കൽ സൈക്ലോണും അതുപോലെ തന്നെ ടെമ്പറേറ്റ് സൈക്ലോണും അതിന് എക്സാമ്പിളാണ്. ഇനി ലാസ്റ്റാണ് വേൾഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫോൾ. റെയിൻഫോളിൽ വേൾഡ് ഡിസ്ട്രിബ്യൂഷൻ, റെയിൻഫോളിൻ്റെ കേസിൽ വേൾഡ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്? ഫസ്റ്റ് നമുക്കറിയാം, ഇക്വേറ്ററിൽ നിന്ന് പോൾസിലോട്ട് പോകും തോറും റെയിൻഫോൾ കുറയും. കാരണം ഇക്വേറ്ററിലാണ് കൺവെക്ഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഇക്വേറ്ററിൽ നിന്ന് പോൾസിലോട്ട് പോകും തോറും റെയിൻഫോൾ എന്ത് ചെയ്യും? റെയിൻഫോൾ കുറയും.
അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. കാരണം ഇക്വേറ്റർ റീജിയനിൽ ചൂട് കൂടുതലാണ്. ചൂട് കൂടുമ്പോൾ കൺവെക്ഷൻ ഉണ്ടാവും, മഴ പെയ്യും. പോൾസിലോട്ട് പോകുന്തോറും കണ്ടൻസേഷനാണ് നടക്കുന്നത്. അവിടെ ചൂട് കുറവാണ്, അപ്പോൾ മഴ പെയ്യാനുള്ള ചാൻസ് കുറവാണ്. ഇനി കോസ്റ്റൽ ഏരിയാസിലാണ് മഴ കൂടുതൽ ലാൻഡ് ഏരിയയേക്കാൾ. എന്തുകൊണ്ട്? കാരണം കോസ്റ്റൽ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനടുത്തായിട്ട് എന്തുണ്ട്? സീ ഉണ്ട്. സീയിൽ നിന്ന് ഇവാപ്പറേഷൻ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ക്ലൗഡ് ഫോം ചെയ്യും, മഴ പെയ്യും. സീയുടെ അടുത്തായിരിക്കും മഴ കൂടുതൽ. ഇനി ലാൻഡിനേക്കാളും കൂടുതൽ മഴ പെയ്യുന്നത് സീയിലായിരിക്കും. അതും നമുക്കറിയാം. എന്തുകൊണ്ടാണ് ലാൻഡിനേക്കാളും കൂടുതൽ മഴ സീയിൽ കിട്ടുന്നത്? കാരണം നമ്മളെന്താ പറഞ്ഞത്, ആ ഓഷനിൽ നിന്നാണ് വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. ഓഷൻ ഈസ് ദ സോഴ്സ് ഓഫ് വാട്ടർ. അപ്പോൾ ഓഷനിൽ മഴ കൂടുതലായിരിക്കും, എന്നാൽ കോണ്ടിനെൻറ്റിൽ മഴ കുറവായിരിക്കും. ഇനി നമുക്ക് പറയാൻ പറ്റും നമ്മുടെ കോണ്ടിനെൻസിൻ്റെ ഈസ്റ്റേൺ മാർജിനിലൂടെ കടന്നു പോകുന്നത് സാധാരണഗതിയിൽ വാം ഓഷ്യൻ കറൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യമുണ്ട്, കോണ്ടിനെൻറ്റിൻ്റെ ഈസ്റ്റേൺ മാർജിൻസിൽ പ്രത്യേകിച്ച് 35 to 40 ഡിഗ്രി ലാറ്റിറ്റ്യൂഡൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈസ്റ്റേർലി വിൻഡാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു 35 to 40 എന്നും പറയാം, അല്ലെങ്കിൽ നമുക്ക് 20 to 40 എന്ന് പറയാം. അങ്ങനെ പറഞ്ഞാലും കറക്റ്റ്. ഓക്കെ, ഇപ്പോൾ 20 to 40 ഡിഗ്രീസിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോണ്ടിനെൻറ്റിൻ്റെ നമ്മുടെ ഈസ്റ്റേൺ സൈഡിലാണ്, ഇതാണ് ഈസ്റ്റേൺ സൈഡിലാണ് വിൻഡ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഈസ്റ്റേൺ മാർജിൻസ് ഓഫ് ദി കോണ്ടിനെൻറ്റിൽ മഴ കൂടുതലായിരിക്കും. എന്നാൽ ഒരു 45 to 65 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, അത് വെസ്റ്റേർലി വിൻഡ്സ് അടിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വെസ്റ്റേൺ മാർജിൻസിലായിരിക്കും മഴ കൂടുതൽ വരിക. അതായത് ഇപ്പോൾ നിങ്ങളിതൊരു കോണ്ടിനെൻ്റ് ആയിട്ട് എടുത്താൽ, ഇത് വെസ്റ്റ് സൈഡ്, ഇത് ഈസ്റ്റ് സൈഡ്. ഈ 20 to 40 വരെയുള്ള ലാറ്റിറ്റ്യൂഡിൽ അടിക്കുന്ന വിൻഡ് എന്ന് പറയുന്നത് ഈസ്റ്റേർലി വിൻഡ്സ് ആയിരിക്കും. എന്നാൽ ഏകദേശം 40 തുടങ്ങി ഒരു 70 ഒക്കെ വരെയുള്ള ലാറ്റിറ്റ്യൂഡിൽ അടിക്കുന്നത് വെസ്റ്റേർലി വിൻഡ് ആയിരിക്കും. അപ്പോൾ ഇത് കോണ്ടിനെൻ്റ് ആണ്, ഇത് സീ ആണ്. സീയിൽ നിന്ന് എപ്പോൾ വിൻഡ് അടിച്ചാലും സ്വാഭാവികമായിട്ടും കോണ്ടിനെൻറ്റിൽ മഴ പെയ്യും. കാരണം സീ ആണ് എന്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്, വാട്ടറിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഈസ്റ്റേർലി വിൻഡാണ് അടിക്കുന്നതെങ്കിൽ ഇവിടെ സീയിൽ നിന്ന് ലാൻഡിലോട്ടായിരിക്കും അടിക്കുക. അപ്പോൾ ലാൻഡിൻ്റെ ഈസ്റ്റേൺ കോസ്റ്റിലാണ് അത് അടിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 20 to 40 ഡിഗ്രി, 35 to 40 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ ഈസ്റ്റേൺ മാർജിൻസ് ഓഫ് ദ കോണ്ടിനെൻറ്റിലാണ് വിൻഡ് വീശുന്നത്. അത് ഈസ്റ്റേർലി വിൻഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈസ്റ്റേൺ മാർജിൻസ് ഓഫ് ദ കോണ്ടിനെൻറ്റിൽ നല്ല രീതിയിൽ മഴ കിട്ടും. എന്നാൽ വെസ്റ്റേൺ മാർജിൻസ് ഓഫ് ദി കോണ്ടിനെൻറ്റിലാണ് 40 to 70 ഡിഗ്രീസിലൊക്കെ മഴ പെയ്യുന്നത്. കാരണം അവിടെ അടിക്കുന്ന വിൻഡ് വെസ്റ്റേർലി വിൻഡ് ആണ്. ഇനി നമുക്കറിയാം ഇക്വറ്റോറിയൽ റീജിയൻ എന്ന് പറയുന്നത് 10 ഡിഗ്രി നോർത്ത് ടു 10 ഡിഗ്രി സൗത്ത് വരെയുള്ള സ്ഥലങ്ങളെയാണ്, ലാറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ ഇക്വറ്റോറിയൽ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വറ്റോറിയൽ റീജിയൻ. അപ്പോൾ ഈ ഇക്വറ്റോറിയൽ റീജിയൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇക്വറ്റോറിയൽ റീജിയനിൽ എപ്പോഴും കൺവെക്ഷൻ നടക്കും, ചൂട് കൂടുതലാണ്, കൺവെക്ഷൻ കൂടുതൽ നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ നല്ല രീതിയിൽ മഴ കിട്ടും. മോർ ദാൻ 200 സെൻറ്റിമീറ്റേഴ്സ് മഴ കിട്ടും. അതുമാത്രമല്ല, എവിടെയൊക്കെയാണോ മൗണ്ടൻസ് ഉള്ളത് ആ മൗണ്ടൻ്റെയൊക്കെ വിൻഡ്വേർഡ് സൈഡിലും എന്ത് കിട്ടും, 200 സെൻറ്റിമീറ്റേഴ്സിന് മുകളിൽ മഴ കിട്ടും. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലങ്ങളാണ് ഇക്വറ്റോറിയൽ റീജിയൻ, 10 ഡിഗ്രി നോർത്തിനും 10 ഡിഗ്രി സൗത്തിനും ഇടയിലുള്ള സ്ഥലങ്ങൾ. അതുപോലെ തന്നെ വിൻഡ്വേർഡ് സൈഡ് ഓഫ് എ മൗണ്ടൻ, ഒരു മൗണ്ടൻ്റെ വിൻഡ് അടിക്കുന്ന ഭാഗങ്ങളിലും 200 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴ പെയ്യും. ഇനി കോണ്ടിനെൻറ്റിൻ്റെ ഇൻറ്റീരിയേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഒരു കോണ്ടിനെൻ്റ് എടുത്ത് ആ കോണ്ടിനെൻറ്റിൻ്റെ ഉള്ളിലോട്ട് പോകുന്നതോറും ഇൻറ്റീരിയേഴ്സിലോട്ട് പോകുന്നതോറും മഴ കുറയും. 50 സെൻറ്റിമീറ്ററിലും താഴെയായിരിക്കും കോണ്ടിനെൻ്റൽ ഇൻറ്റീരിയേഴ്സിൽ മഴ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് റെയിൻഫോൾ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിൻ്റ്, ഇക്വേറ്ററിൽ നിന്ന് പോൾസിലോട്ട് പോകുന്തോറും റെയിൻഫോൾ കുറയും. കാരണം ഇക്വറ്റോറിയൽ റീജിയനിൽ ചൂട് കൂടുതലാണ്, അപ്പോൾ കൺവെക്ഷണൽ റെയിൻഫോൾ കൂടുതലായിരിക്കും. പോൾസിലോട്ട് പോകുന്തോറും സോളാർ റേഡിയേഷൻസ് കുറവാണ്, ചൂട് കുറവാണ്, അതനുസരിച്ച് റെയിൻഫോൾ കുറയും. അടുത്തതാണ് നമ്മൾ പറഞ്ഞത്, ഓഷ്യനിലായിരിക്കും
മഴ കൂടുതൽ. കാരണം ഓഷ്യനിൽ നിന്നാണ് വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്യപ്പെട്ട് പോയി ക്ലൗഡ് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ കോസ്റ്റൽ ഏരിയാസിലായിരിക്കും കോണ്ടിനെൻ്റൽ ഇൻറ്റീരിയേഴ്സിനേക്കാളും കൂടുതൽ മഴ പെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു 20 to 40 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ 35 to 40 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ മഴ പെയ്യുന്നത് ഈസ്റ്റേൺ മാർജിൻസ് ഓഫ് ദി കോണ്ടിനെൻറ്റിലാണ്. കാരണം അവിടെ അടിക്കുന്ന വിൻഡ് ഈസ്റ്റേർലീസ് ആണ്. കടലിൽ നിന്ന് കോണ്ടിനെൻറ്റിൻ്റെ ഈസ്റ്റേൺ സൈഡിലോട്ടാണ് വിൻഡ് അടിക്കുന്നത്. എന്നാൽ ഒരു 40 to 70 ഡിഗ്രി അല്ലെങ്കിൽ 45 to 65 ഡിഗ്രിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വെസ്റ്റേൺ മാർജിൻസ് ഓഫ് ദി കോണ്ടിനെൻറ്റിലാണ് മഴ കൂടുതൽ. കാരണം അവിടെ അടിക്കുന്ന വിൻഡ് എന്ന് പറയുന്നത് വെസ്റ്റേർലി വിൻഡ്സ് ആണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ റിസീവ് ചെയ്യുന്നത് ഇക്വറ്റോറിയൽ റീജിയൻ, 10 ഡിഗ്രി നോർത്തിനും 10 ഡിഗ്രി സൗത്തിനും ഇടയിലുള്ള സ്ഥലങ്ങൾ. അതുപോലെ തന്നെ മൗണ്ടൻസിൻ്റെ വിൻഡ് വേർഡ് സൈഡിലുമാണ് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത്. എന്നാൽ കോണ്ടിനെൻറ്റിൻ്റെ ഉള്ളിലോട്ട് പോകുന്തോറും മഴയുടെ അളവ് കുറയും. 50 സെൻറ്റിമീറ്റേഴ്സിനേലും കുറവായിരിക്കും മഴയുടെ അളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ്. ഞാൻ പറഞ്ഞു സിറസ് ക്ലൗഡ്സ് ഒരു ഏഞ്ചലിനെ ഓർത്താൽ മതി. ഡിറ്റാച്ച്ഡ് ക്ലൗഡാണ്, തിൻ ക്ലൗഡാണ്, വൈറ്റ് ഇൻ കളറാണ്, 8000 to 12,000 മീറ്റേഴ്സ് ഹൈറ്റിലാണ് കാണുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു ക്യുമുലസ് ക്ലൗഡ്സ് കോട്ടൺ വൂളിൻ്റെ അപ്പിയറൻസ് ആണ്, ഫ്ലാഗ് ബേസ് ആണ്, 4000 to 7000 മീറ്റേഴ്സ് ഹൈറ്റിലാണ് കാണുന്നത്, സ്കാറ്റേർഡ് ക്ലൗഡ്സ് ആണ്. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ക്ലൗഡാണ് സ്ട്രാറ്റസ്, ലെയേഴ്സ് ആയിട്ട് കാണുന്നു, വാസ്റ്റ് എക്സ്പാൻസിൽ കാണുന്നു. എന്തുകൊണ്ട് ലെയേഴ്സ് ആയിട്ട് കാണുന്നു? കാരണം ഡിഫറെൻറ്റ് ടെമ്പറേച്ചറുള്ള എയർ മാസസ് കണ്ടൻസ് ചെയ്താണ് ഉണ്ടാകുന്നത്. അടുത്തതാണ് നിംബസ് ക്ലൗഡ്സ്. നിംബസ് ക്ലൗഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴമേഘങ്ങളാണ്. ഡാർക്ക് ഗ്രേ ടു ബ്ലാക്ക് കളറിലാണ് കാണുന്നത്. നല്ല ഡെൻസർ ക്ലൗഡ്സാണ്, കാരണം വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണ്. സൂര്യരശ്മികൾ അല്ലെങ്കിൽ സോളാർ റേഡിയേഷൻസിന് ഒപ്പേക്കാണ്, ഓർത്തിരിക്കുക. ദെൻ നമ്മൾ പിന്നെ പറഞ്ഞു ഹൈറ്റ് അനുസരിച്ച് ക്ലൗഡ്സിനെ പലതായിട്ട് തിരിക്കാം. അപ്പോൾ ഏറ്റവും ഹൈറ്റിൽ കാണുന്ന ക്ലൗഡ്സ് അല്ലെങ്കിൽ ഹൈ ക്ലൗഡ്സ് ആണ് സിറസ് ചേർത്ത് വരുന്ന ക്ലൗഡ്സ്, സിറോസ്ട്രാറ്റസ്, സിറോക്യുമുലസ്. മിഡിൽ ലെയറിൽ വരുന്ന ക്ലൗഡ്സ് ഓൾട്ടോ ചേർത്ത് വരുന്ന ക്ലൗഡ്സ്, ഓൾട്ടോസ്ട്രാറ്റസ്, ഓൾട്ടോക്യുമുലസ്. ദെൻ ലോ ക്ലൗഡ്സ് അതിൽ സ്ട്രാറ്റോക്യുമുലസും നിംബോസ്ട്രാറ്റസും. വെർട്ടിക്കൽ എക്സ്പാൻസ് കൂടുതലുള്ള ക്ലൗഡ്സ് ക്യുമുലോ നിംബസ് ക്ലൗഡ്സ്. ദെൻ നമ്മൾ പറഞ്ഞത് ഹെയ്സ് ആണ്. ഹെയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പൊല്യൂഷൻ ഫോമാണ്, ഒരു ട്രൂലി കണ്ടൻസേഷൻ ഫോം അല്ല ഹെയ്സ് എന്ന് പറയുന്നത്. സാധാരണ അത് കാണുന്നത് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ട്രാഫിക് ഒക്കെ കൂടുതലുള്ള ഏരിയാസിലാണ് കാണുന്നത്. ദെൻ നമ്മൾ പ്രസിപ്പിറ്റേഷനാണ് പഠിച്ചത്. പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അപ്പർ ലെയേഴ്സിൽ നിന്ന് ലോവർ ലെയേഴ്സിലോട്ട് വരുന്ന കണ്ടൻസേഷൻ ഫോംസിനെയാണ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. പ്രസിപ്പിറ്റേഷൻ കണ്ടൻസ്ഡ് ഫോംസ് ആണ്. കണ്ടൻസേഷൻ നടന്നതിന് ശേഷം മാത്രമേ പ്രസിപ്പിറ്റേഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കണ്ടൻസേഷൻ ആണ് റെയിൻ, സ്ലീറ്റ്, സ്നോ, ഹെയിൽ ആൻഡ് ഡ്രിസിൽ. ദെൻ റെയിൻഫോൾസ്. ഇപ്പോൾ ടൈപ്പ് ഓഫ് റെയിൻഫോൾ, 3 ടൈപ്പ് റെയിൻഫോൾസ് ആണ് മെയിനായിട്ടുള്ളത്. കൺവെക്ഷണൽ റെയിൻഫോൾ ഇക്വറ്റോറിയൽ ഏരിയയിൽ കാണുന്നു. ഓറോഗ്രഫിക് റെയിൻഫോൾ മൗണ്ടൻസ് ഉള്ളത് കൊണ്ട് ഉണ്ടാകുന്ന റെയിൻഫോൾ. ഫൈനലി സൈക്ലോണിക് റെയിൻഫോൾ. 2 തരം സൈക്ലോൺസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ട്രോപ്പിക്കൽ സൈക്ലോൺസും ടെമ്പറേറ്റ് സൈക്ലോൺസും. ദെൻ വേൾഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫോൾ. നമ്മൾ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത് ഓഷ്യൻസിലാണ്, കോണ്ടിനെൻറ്റിലല്ല. കോസ്റ്റൽ ഏരിയാസിൽ മഴ കൂടുതലാണ്. കോണ്ടിനെൻറ്റിലോട്ട് ഇൻറ്റീരിയേഴ്സിലോട്ട് പോകുന്തോറും മഴ കുറയുന്നു. ഇക്വേറ്ററിൽ നിന്ന് പോൾസിലോട്ട് പോകുന്തോറും മഴ കുറയുന്നു. 35 to 40 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസ്റ്റേൺ മാർജിൻസിലാണ് മഴ കൂടുതൽ, ബിക്കോസ് ഓഫ് ഈസ്റ്റേർലി വിൻഡ്സ്. അതുപോലെ തന്നെ 45 to 65 ഡിഗ്രിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റേൺ മാർജിൻസിലാണ് മഴ കൂടുതൽ, ബിക്കോസ് ഓഫ് ദി വെസ്റ്റേർലീസ്. പിന്നെ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ഇക്വറ്റോറിയൽ റീജിയൻ 10 ഡിഗ്രി നോർത്ത് ടു 10 ഡിഗ്രി സൗത്ത്. അതുപോലെ തന്നെ മഴ പെയ്യുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് മൗണ്ടൻസിൻ്റെ വിൻഡ് വേർഡ് സൈഡ്സിലും കൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വാട്ടർ ഇൻ അറ്റ്മോസ്ഫിയർ എന്ന ആ ഒരു വലിയൊരു ടോപ്പിക്ക് തീരുകയാണ്. ക്ലൈമറ്റോളജിയുടെ മേജർ പോർഷൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിഫറെൻറ്റ് ക്ലൈമറ്റിക് റീജിയൻസ് ഇൻ ദി വേൾഡ് ആണ്. അടുത്ത ക്ലാസ്സിൽ ഡിഫറെൻറ്റ് ക്ലൈമറ്റിക് റീജിയൻസ് ഇൻ ദി വേൾഡ് നമുക്ക് കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.